ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഇന്ത്യൻ ശാസ്ത്ര പാരമ്പര്യത്തെ കുറിച്ചാണ്. പക്ഷേ ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെ സംബന്ധിച്ച്, അതിന്റെ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ചോ, അതുപോലെ തന്നെ ആ കണ്ടുപിടുത്തങ്ങൾ സൃഷ്ടിച്ച വഴിത്തിരിവിനെ കുറിച്ചോ അല്ല ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഏറെക്കുറെ അറിവുള്ള കാര്യമായതുകൊണ്ട് അതിലേക്ക് പോകേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജ്യോതിശാസ്ത്ര രംഗത്താണെങ്കിലും വൈദ്യരംഗത്താണെങ്കിലും ഒക്കെ തന്നെയുള്ള ഇന്ത്യയുടെ ആ നിലയ്ക്കുള്ള കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ച്, മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് പ്രവർത്തകരെ പ്രത്യേകമായി ഉദ്ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കേണ്ടത്. അതിലൊന്ന്, ശാസ്ത്ര പാരമ്പര്യത്തെയും ശാസ്ത്ര വ്യവഹാരങ്ങളെയും അതിഭൗതികമായ ആഖ്യാനങ്ങൾ കൊണ്ട് സ്വാംശീകരിച്ചെടുക്കാനുള്ള പ്രവണത വളരെ ശക്തമായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നു എന്നുള്ളതാണ് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന്, വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അത്തരം ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സുഖ സൗകര്യങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു, ജീവിതത്തിന്റെ സങ്കീർണതകൾ കുറയുന്നു. ഇതൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പുഷ്പക വിമാനത്തെ സംബന്ധിച്ച് പറയുന്നു. ജ്യോതിശാസ്ത്രം, അസ്ട്രോണമി, അതിന്റെ കണ്ടുപിടുത്തങ്ങളുമായി വളരെയധികം മുന്നോട്ട് പോകുമ്പോൾ കേരളീയ സമൂഹം ചൊവ്വാദോഷത്തിന്റെ പുറകെ ജ്യോത്സ്യന്മാരെ തേടി നടക്കുന്ന ഒരവസ്ഥാ വിശേഷം സംജാതമാണ്. ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ച് ശാസ്ത്ര ഗവേഷണങ്ങൾ വളരെയധികം മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ പുത്രകാമേഷ്ടി യാഗങ്ങൾ നടക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നാം അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. ഈ രീതിയിൽ നോക്കുമ്പോഴാണ് ഇന്ത്യയുടെ ശാസ്ത്ര പാരമ്പര്യത്തെ സംബന്ധിച്ച കണ്ടുപിടുത്തങ്ങളാവട്ടെ, വർത്തമാന കാലത്ത് നമ്മൾ ശാസ്ത്ര രംഗത്തുള്ള മുന്നേറ്റങ്ങളാവട്ടെ, ഇതിനെയൊക്കെ തന്നെ മറച്ചു പിടിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ, പാഠപുസ്തകങ്ങളിലൂടെ ഒക്കെ തന്നെ ഒരു ഹിന്ദുത്വ ദേശീയ ആഖ്യാനത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള സവിശേഷമായ പ്രവർത്തനങ്ങൾ ശക്തമായി നമ്മുടെ സമൂഹത്തിൽ നടന്നു വരുന്നുള്ളതാണ്. അതിൽ ദേശീയ വിദ്യാഭ്യാസ നയരേഖയിൽ തന്നെ പറയുന്നത്, ഇന്ത്യയുടെ നേട്ടമായി അവതരിപ്പിക്കുന്നത് മെറ്റലർജി മുതൽ കപ്പൽ നിർമ്മാണം വരെയുള്ള കാര്യങ്ങൾ പുരാതന ഇന്ത്യയുടെ നേട്ടമായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നത് ഇക്കാര്യമാണ്. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ആമുഖ രേഖ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ദേശീയ വിദ്യാഭ്യാസ നയ രേഖയുടെ ആമുഖം, അതിന്റെ സ്രോതസ് ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശമാണോ എന്ന് അത്ഭുതം തോന്നും. കാരണം ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശത്തിലാണ് ഋഗ്വേദത്തിൽ വെടിയുണ്ടയെ സംബന്ധിച്ചും കപ്പലിനെ സംബന്ധിച്ചും പരാമർശം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ദയാനന്ദ സരസ്വതി സത്യാർത്ഥ പ്രകാശത്തിലാണ്. കമ്പി തപാലിനെ പറ്റി ഋഗ്വേദത്തിൽ പരാമർശം ഉണ്ടായിരുന്നു എന്ന് സ്വാമി ദയാനന്ദ സരസ്വതി പറയുന്നുണ്ട്. അസ്ത്രങ്ങളെ സംബന്ധിച്ചുള്ള, വലിയ വലിയ അസ്ത്രങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഋഗ്വേദത്തിലും യജുർവേദത്തിലും ഒക്കെ പരാമർശമുണ്ട് എന്ന് ദയാനന്ദ സരസ്വതി പറയുന്നു. ഇങ്ങനെ നിരവധി കണ്ടുപിടുത്തങ്ങൾ ഋഗ്വേദ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ദയാനന്ദ സരസ്വതി സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലളിതമായി ചോദിക്കേണ്ട ചോദ്യം, വെടിയുണ്ട ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ അമ്പും വില്ലുമായിട്ട് മനുഷ്യർ നടന്നിരുന്നത്? അമ്പിന്റെ വില്ലിന്റെ ആവശ്യമില്ല. ആ ചോദ്യം നമ്മൾ ഒരിക്കലും ഉന്നയിക്കില്ല എന്നുള്ളതാണ്. അമ്പും വില്ലുമായിട്ട് നടന്ന മനുഷ്യര് കാർഷിക വൃത്തി അത്ര ശക്തമായി ഉറക്കാത്തൊരു കാലഘട്ടം, പശുപാലക ഗോത്ര ജീവിതവുമായി നടന്നിരുന്ന മനുഷ്യർ വെടിയുണ്ട കണ്ടുപിടിച്ചിരുന്നുവെന്നും അവര് കപ്പലോട്ടത്തിൽ പ്രഗത്ഭരായിരുന്നു എന്നൊക്കെ പറയുന്നത് ആധുനികമായ ശാസ്ത്രബോധത്തെ തന്നെ പരിഹസിക്കലാണ്. വെടിയുണ്ട കണ്ടുപിടിക്കുന്ന രംഗത്തേക്ക് നമ്മൾ കുതിച്ചുയരണമെങ്കിൽ അതിന് കുറെ പശ്ചാത്തലം സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ പശ്ചാത്തലം ഒന്നും തന്നെ ഋഗ്വേദത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അസ്ത്രങ്ങളെ സംബന്ധിച്ച് പറയുന്നു. എന്താണ് അസ്ത്രം? വാൽമീകി രാമായണത്തിൽ പരാമർശിക്കുന്ന അസ്ത്രങ്ങളെ വെച്ചുകൊണ്ടാണ് രാമായണ പരമ്പര, രാമായണ സീരിയലിൽ നമ്മൾ കാണുന്ന അസ്ത്രങ്ങൾ എങ്ങനെയാണ്? ഇങ്ങനെ വന്ന് കൂട്ടിയിടിച്ച് പ്രഭാപൂരിതമായിരിക്കുന്ന രംഗങ്ങളാണ് രാമായണ പരമ്പരയിൽ നമ്മൾ കാണുക. അത് കാണുമ്പോൾ
ആഗ്നേയാസ്ത്രം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്നു. ആ പ്രചാരണത്തെ കൊഴുപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാമായണ സീരിയലുകളിൽ ഇത്തരം രംഗങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് അസ്ത്രങ്ങൾ? നമ്മൾ വാൽമീകി രാമായണം വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും എന്താണ് അസ്ത്രങ്ങൾ. വാൽമീകി രാമായണത്തിൽ പറയും, വിശ്വാമിത്രന് എല്ലാ അസ്ത്രങ്ങളും വശമാണ് എന്നാണ് വസിഷ്ഠൻ ദശരഥനോട് പറയുന്നത്. പക്ഷെ രസകരമായ കാര്യം ഇതൊന്നും ആയുധങ്ങളായിരുന്നില്ല എന്നുള്ളതാണ്. ജയാജ സുപ്രഭാചൈവ ദക്ഷകന്യേസു മധ്യമേ തേ സുതേ അസ്ത്രാണി ശസ്ത്രാണി ശതം പരമഭാസ്വരം എന്ന വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ 26-ാമത്തെ സർഗത്തിൽ പറയും. അതായത് ഈ അസ്ത്രങ്ങളെല്ലാം ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായ ജയയും സുപ്രഭയും പ്രസവിച്ചവരാണെന്നാണ് പറയുന്നത്. അപ്പൊ അസ്ത്രങ്ങളെ പ്രസവിക്കുക, എന്താണ് അസ്ത്രങ്ങളെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം മനുഷ്യരാണ് എന്ന് തന്നെ അർത്ഥം. ചാവേറുകളായിരുന്നു. ഈ ചാവേറുകളെയാണ് അസ്ത്രങ്ങൾ എന്ന് വാൽമീകി അവതരിപ്പിക്കുന്നത്. വാൽമീകി രാമായണം ബാലകാണ്ഡത്തിൽ തന്നെ പറയും, അസുരന്മാരെ വധിക്കാനാണ് സുപ്രഭ സംഹാരന്മാരെന്ന് പേരായ 50 അസ്ത്രപുത്രന്മാരെ പ്രസവിച്ചത് എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അനാര്യന്മാരായ അസുരന്മാരെ ഉന്മൂലനം ചെയ്യാൻ വലിയൊരു ചാവേർ പട തന്നെ വിശ്വാമിത്രനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ചാവേർ പടയാണ് അസ്ത്രങ്ങൾ എന്ന് വാൽമീകി രാമായണം അവതരിപ്പിക്കുന്നത്. പക്ഷേ അതൊരു ടെലിവിഷൻ പരമ്പരയായി മാറുമ്പോൾ അസ്ത്രങ്ങളെ മനുഷ്യരായിട്ടല്ല കാണിക്കുന്നത്, അസ്ത്രങ്ങൾ ആയുധങ്ങളായിട്ടാണ് മാറുന്നത്. സൂക്ഷ്മമായ പാരായണത്തിന്റെ അഭാവത്തിലാണ് അസ്ത്രങ്ങൾ ആയുധങ്ങളായി മാറുന്നത്. യഥാർത്ഥത്തിൽ അസ്ത്രങ്ങൾ മനുഷ്യർ തന്നെയാണ് എന്നാണ് വാൽമീകി രാമായണത്തില് നമ്മൾ കാണുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ രേഖയിൽ പറയുന്നത് വൈദിക കാലഘട്ടത്തിലെ ഗുരുകുല പഠന രീതി പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. വൈദിക കാലഘട്ടത്തിലെ ഗുരുകുല പഠന രീതി പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നു. എന്താണ് വൈദിക കാലഘട്ടത്തിലെ പഠന രീതി? വൈദിക കാലഘട്ടത്തിൽ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ അധികാരമുണ്ടായിരുന്നു, അതിന് സാധിക്കുമായിരുന്നു. എല്ലാവർക്കും വിദ്യാഭ്യാസത്തില് പ്രവേശിക്കുന്നതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചരിത്രത്തിൽ പ്രവർത്തിക്കാത്ത ഒന്നിനെ പുതിയ കാലഘട്ടത്തിൽ തെളിയിച്ചുകൊണ്ട് വന്നിട്ട് പൂർവ്വകാലം മുതൽ എല്ലാവർക്കും സാധ്യമായ ഒന്നായിരുന്നു വിദ്യാഭ്യാസം എന്ന വൈദിക കാലഘട്ടത്തെ തന്നെ തെറ്റായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്ര ഭാഷ്യം 1:37 പറയും, ശ്രവണാധ്യയന പ്രതിഷേധാത് സ്മൃതേശ്ച എന്ന ബ്രഹ്മസൂത്ര ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് ശങ്കരാചാര്യർ പറയുന്നത്, ഇതശ്ച ന ശൂദ്രസ്യ അധികാരഃ യദസ്യ സ്മൃതേഃ ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി വേദശ്രവണ പ്രതിഷേധഃ തദർത്ഥജ്ഞാനാനുഷ്ഠാനയോശ്ച പ്രതിഷേധഃ ശൂദ്രസ്യ സ്മര്യതേ. ഇതശ്ച ഇതുകൊണ്ട് ശൂദ്രന് വിദ്യക്ക് അധികാരമില്ല എന്ന് സ്മൃതിയിൽ പറയുന്നു. യദസ്യ സ്മൃതേഃ ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി, ശ്രവിക്കുവാനും അധ്യയനം ചെയ്യുവാനും അവകാശമില്ല. വേദശ്രവണ പ്രതിഷേധ, വേദം ശ്രവിക്കുന്നതിന് പ്രതിഷേധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് മാത്രമല്ല, തദർത്ഥജ്ഞാനാനുഷ്ഠാനയോശ്ച, അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതിനും അതിന്റെ അനുഷ്ഠാനപരതയിൽ നിന്നും ശൂദ്രനെ തടഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ശ്രവണ പ്രതിഷേധസ്ഥാവത്, എന്തുകൊണ്ട് വേദം ശൂദ്രൻ കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നു? അദഹാസ്യ വേദമുപസൃണത സ്ത്രപുചതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഇതി പത്യുഹമാ ഏതശ്മശാനം യത് ശൂദ്രസ്തസ്മാത് ശൂദ്രസമീപേനാധ്യേതവ്യം ഇതി ച. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കണം എന്ന് പറയുന്നത് മനുസ്മൃതിയല്ല. ശങ്കരാചാര്യര് ഗൗതമ ധർമ്മസൂത്രം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ശൂദ്രൻ വേദം കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നത്? കാരണം ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണ്. ഏതശ്മശാനം യത് ശൂദ്രസ്തസ്മാത് ശൂദ്രസമീപേനാധ്യേതവ്യം. ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയായതിനാൽ ശൂദ്രൻ എന്ത് പാടില്ല? വിദ്യാധികാരം പാടില്ല എന്നാണ് പറയുന്നത്. അതേവ അധ്യയന പ്രതിഷേധഃ യസ്യ ഹി സമീപേ പിനാധ്യേതവ്യം ഭവതി സ കഥമശ്രൂതമധീത ഭവതി ച വേദോച്ചാരണേ ജിഹ്വാച്ഛേദഃ ധാരണേ ശരീരഭേദ ഇതി.
ആരെങ്കിലും പട്ടടയുടെ സമീപത്തിരുന്ന്, ശ്മശാനത്തിന്റെ സമീപത്തിരുന്ന് ആരെങ്കിലും വേദം പാരായണം ചെയ്യുമോ? അതുപോലെ സഞ്ചരിക്കുന്ന പട്ടടയായ ശൂദ്രന്റെ സമീപവും വേദം പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ശങ്കരാചാര്യർ വളരെ കൃത്യമായി പറഞ്ഞു വെക്കും. മാത്രമല്ല, വേദം ചൊല്ലുന്ന ശൂദ്രന്റെ നാവ് വെട്ടിപ്പിളർക്കണമെന്ന് കൂടി അദ്ദേഹം പറയുന്നു. എന്നിട്ടാണ് പറയുന്നത്, ഗുരുകുല പഠന രീതി അനുസരിച്ച് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് അർഹത ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്നത്. ഇപ്പൊ ചരിത്രവിരുദ്ധമായ പരാമർശമാണ് ദേശീയ വിദ്യാഭ്യാസ നയരേഖയിൽ കാണുന്നത്. ശൂദ്രരെയും ശൂദ്രർക്ക് പുറത്തുള്ള ജനവിഭാഗങ്ങളെയും പുറന്തള്ളുന്നതാണ് വൈദിക ഗുരുകുല പഠന രീതി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ ആധുനികമായ വിദ്യാഭ്യാസ പദ്ധതികളെയും ആധുനികമായ അധ്യാപന രീതിയൊക്കെ പരിഹസിച്ചുകൊണ്ട് ബ്രാഹ്മണ്യ വിശ്വവീക്ഷണത്തിന്റെ അധ്യാപന രീതികളെ പുതിയ കാലത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ആധുനികമായ ദേശരാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ആധുനികമായ വിദ്യാഭ്യാസ പദ്ധതികൾക്കുള്ള പ്രാധാന്യത്തെ തെള്ളിക്കളഞ്ഞുകൊണ്ട് പ്രാചീനമായ ഒരു ലോകവീക്ഷണത്തിന്റെ പുനഃസ്ഥാപനമാണ് ദേശീയ വിദ്യാഭ്യാസ നയരേഖയിലൂടെ ഹിന്ദുത്വ ശക്തികൾ ലക്ഷ്യമിടുന്നത്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തെ ദശാവതാരമായും ആണവായുധത്തെ ആഗ്നേയാസ്ത്രവുമായും പ്ലാസ്റ്റിക് സർജറിയെ ഗണപതിയുമായും താരതമ്യപ്പെടുത്തുന്നു. 2014 വൻ ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റ ഇന്ത്യൻ പ്രധാനമന്ത്രി മുംബൈയിൽ ഒരു ആശുപത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഉദ്ധരിക്കാം: ആരോഗ്യ മേഖലയിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. നാം എല്ലാം മഹാഭാരതത്തിൽ കർണന്റെ ജനനത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. കർണന്റെ ജനനം തന്റെ അമ്മയുടെ ഗർഭപാത്രത്തിന് വെളിയിലായിരുന്നു. പണ്ടേ ഇന്ത്യയിൽ ജനിതകശാസ്ത്രം നിലനിന്നിരുന്നു എന്ന് ഓർക്കുക. മഹാഭാരതത്തിലെ ജനിതകശാസ്ത്രം. നാം എല്ലാവരും ഗണപതിയെ ആരാധിക്കുന്നവരാണ്. അക്കാലത്ത് ഒരു മനുഷ്യ ശരീരത്തിന്റെ തലയിൽ ആനയുടെ തല മുറിച്ചു വെക്കുവാൻ കഴിവുള്ള ഏതോ പ്ലാസ്റ്റിക് സർജൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പ്ലാസ്റ്റിക് സർജറി പുരോഗമിക്കുന്നത് തന്നെ അങ്ങനെയായിരിക്കാം. ഇതിൽ നിന്ന് എന്താണ് തെളിയുന്നത്? പ്ലാസ്റ്റിക് സർജറി വികസിച്ച് വരണമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഏതൊക്കെ തരത്തിലുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ വികസിക്കണം. പക്ഷെ അതൊന്നും ഇവിടെ ബാധകമേ അല്ല എന്നുള്ളതാണ്. സ്കിൻ സംബന്ധിച്ച പഠനങ്ങൾ എത്രത്തോളം വികസിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്കൊക്കെയുള്ള പഠനത്തിലേക്ക് വെളിച്ചം വീശുവാൻ പോലും കഴിയുകയുള്ളൂ. പക്ഷെ ഹിന്ദുത്വവാദികളെ സംബന്ധിച്ച് എങ്ങനെയാണ്? ആധുനികമായ കണ്ടുപിടുത്തങ്ങളെ പോലും സ്വാംശീകരിച്ച് ഇത് പണ്ടേ ഞങ്ങളുടെ കണ്ടുപിടുത്തമായിരുന്നു എന്ന് സ്ഥാപിക്കുക. ചരിത്ര പണ്ഡിതയായ വിജയനാഥ് ഈ സ്വാംശീകരണ പ്രക്രിയ വിശദീകരിക്കുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ്. എല്ലാ കണ്ടുപിടുത്തങ്ങളെയും ബ്രാഹ്മണ്യം സ്വാംശീകരിക്കും. ഇത് ഞങ്ങൾ മുമ്പേ കണ്ടുപിടിച്ചതാണെന്ന് പറയും. അതിന് ചരക സംഹിതയിലെയും സുശ്രുത സംഹിതയിലെയും പ്രാചീനമായ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് ആധുനികമായ പ്ലാസ്റ്റിക് സർജറിയുമായിട്ട് താരതമ്യം ചെയ്യുവാൻ കഴിയുമോ? കഴിയുകയില്ല. ചരകത്തിന്റെയും സുശ്രുതത്തിന്റെയും കാലം മറ്റൊരു കാലമാണ്. അന്ന് ശസ്ത്രക്രിയയെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായ ചില ആഖ്യാന സ്വരൂപങ്ങൾ വിരിഞ്ഞു വന്നിട്ടുണ്ടാവാം. പക്ഷേ ആധുനിക മനുഷ്യന്റെ ചികിത്സാ സമ്പ്രദായങ്ങളെ പൂരിപ്പിക്കാനോ പൂർത്തീകരിക്കാനോ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ വളർച്ചയ്ക്കോ അതൊരു തരത്തിലും ഒതുങ്ങുകയില്ല എന്നുള്ള കാര്യം നമുക്കിന്ന് അറിവുള്ളതാണ്. യഥാർത്ഥത്തിൽ ആയുർവേദത്തിന് ഒട്ടും തന്നെ മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആയുർവേദത്തിനെ തടഞ്ഞു നിർത്തിയത് കർമ്മപുനർജന്മ സങ്കല്പവും അദ്വൈത സിദ്ധാന്തവുമാണ്. എഴുത്തച്ഛൻ പറയുമല്ലോ, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം ഏകേന നഷ്ടമായുസ്സുമോർക്ക നീ. ഈ ഭോഗങ്ങളെല്ലാം, ഈ പ്രപഞ്ചത്തിലെ ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലമാണ്. ക്ഷണപ്രഭ പോലെ, ഇടിമിന്നൽ പോലെ ചഞ്ചലമാണ്, പെട്ടെന്നില്ലാതാകുന്നതാണ്. നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്പേടും കലർന്നിടും ദശാന്തരെ ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലും. അധ്യാത്മരാമായണത്തിൽ ഈ പാട്ട് കേവലമായ സാഹിത്യ പാഠം മാത്രമല്ല, ശാസ്ത്രബോധത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന പാഠം കൂടിയാണ്. കാരണം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്ന് പറയുന്നതോടുകൂടി ഈ ലോകം മായയാണെന്നും ഈ ലോകത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നാം പരിശീലിക്കേണ്ടതും പരിശ്രമിക്കേണ്ടതും ഇല്ല എന്നുള്ള ആശയമാണ് അധ്യാത്മരാമായണവും അദ്വൈത വേദാന്തവും മുന്നോട്ട് വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശാസ്ത്ര പുരോഗതിയെ തടസ്സപ്പെടുത്തിയത് അദ്വൈത വേദാന്തവും മായാവാദവും ഈ ഭക്തിധാരയുമാണ്. അത് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ വിലമതിച്ചില്ല എന്ന് മാത്രമല്ല, ശാസ്ത്രീയമായ മുന്നോട്ട് പോക്കതിന് വലിയ രീതിയിലുള്ള തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും.
ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയുന്ന ശങ്കരാചാര്യരുടെ ഫിലോസഫി ശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിന്നു. ജഗത്ത് മിഥ്യയാണെന്ന് പറയുന്നതോടുകൂടി പുരോഗമനാത്മകമായി മുന്നോട്ട് പോകേണ്ട സാമൂഹ്യ സൃഷ്ടിക്ക് ആസ്പദമായ ഭൗതികാസ്പദങ്ങൾ സൃഷ്ടിക്കുന്നതിന് അദ്വൈത വേദാന്തം തടസ്സം നിന്നു. ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്ക് അത് വിലങ്ങുതടിയായി തീർന്നു. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. RSSന്റെ വിദ്യാഭ്യാസ വിഭാഗമായ വിദ്യാഭാരതിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവും ശിക്ഷാ ബച്ചാവോ ആന്തോളൻ സമിതിയുടെ കൺവീനറുമായ ദീനനാഥ് മെത്ര തേജോമയ ഭാരത് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ തേജോമയ ഭാരത് എന്ന പുസ്തകത്തിൽ പറയുന്നത്, കുന്തിക്ക് സൂര്യനെ പോലെ ശോഭയുള്ള ഒരു പുത്രൻ ഉണ്ടായിരുന്നു. 2 വർഷമായി ഗർഭം ധരിക്കാൻ കഴിയാതിരുന്ന ഗാന്ധാരി ഇതറിഞ്ഞപ്പോൾ ഗർഭഛിദ്രം നടത്തി. അവളുടെ ഗർഭപാത്രത്തിൽ നിന്നൊരു വലിയ മാംസപിണ്ഡം പുറത്തു വന്നു. വ്യാസനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ഉറപ്പുള്ള ഈ മാംസപിണ്ഡം അദ്ദേഹം നിരീക്ഷിച്ചു. എന്നിട്ടത് പ്രത്യേക മരുന്നുകൾക്കൊപ്പം ഒരു തണുത്ത ടാങ്കിൽ സൂക്ഷിച്ചു. പിന്നീട് മാംസപിണ്ഡത്തെ 100 ഭാഗങ്ങളായി തിരിച്ച് നെയ്യ് നിറച്ച 100 ടാങ്കുകളിൽ 2 വർഷത്തേക്ക് വെവ്വേറെ സൂക്ഷിച്ചു. 2 വർഷത്തിന് ശേഷം ഇതിൽ നിന്ന് കൗരവർ ജനിച്ചു. തൊട്ടടുത്ത വാചകം ശ്രദ്ധിക്കേണ്ടതാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ സ്റ്റെം സെൽ ടെക്നോളജി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ സ്റ്റെം സെൽ ടെക്നോളജി ഉണ്ടായിരുന്നു. ഇത് കളിമൺകുടത്തിലെ മാംസം സ്റ്റെം സെൽ ടെക്നോളജി. സ്റ്റെം സെൽ ടെക്നോളജി എവിടെ കിടക്കുന്നു? അമ്മുമ്മ കഥ എവിടെ കിടക്കുന്നു? അപ്പൊ അമ്മുമ്മ കഥയെ സ്റ്റെം സെൽ ടെക്നോളജിയാക്കി മാറ്റി. ഈ പറയുന്ന ദീനനാഥ് മെത്രയും സംഘവുമാണ് കേട്ടോ ഇപ്പോഴും ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ തേജോമയ ഭാരതൻ മറ്റൊരു വാചകം കൂടി എഴുതിയിട്ടുണ്ട്. മോട്ടോർ കാർ വേദിക് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അത് അനശ്വരത് എന്നറിയപ്പെട്ടിരുന്നു. ഋഗ്വേദത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. എന്ത് പരാമർശം? രാജാറാം മോഹൻ റോയ് ഉൾപ്പെടെ ചെയ്തൊരു പരിപാടി ഋഗ്വേദത്തിലെ പദങ്ങൾക്ക് അവർ ഇഷ്ടമുള്ള അർത്ഥം കൊടുക്കുക. ഇപ്പൊ മാംസം എന്ന് കണ്ടാൽ ലീലാവതി ടീച്ചർ പറയും, ടീച്ചർക്ക് സ്നേഹം കൊണ്ടാണ് കേട്ടോ, മാംസം അത് പശുവിന്റെ മാംസം ഗോമാംസം അല്ല, നല്ല പഴുത്ത് വിളഞ്ഞ പഴങ്ങളാണ് മാംസം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇതാണ് വാൽമീകി രാമായണത്തിന്റെ വ്യാഖ്യാനം എഴുതുമ്പോൾ ലീലാവതി ടീച്ചർ പറയുന്നത്. കാരണം രാമൻ മാംസം കഴിക്കുമെന്ന് ടീച്ചറിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്തരം വ്യാഖ്യാനങ്ങൾ ധാരാളമായി ഋഗ്വേദത്തെ സംബന്ധിച്ചും കാണും. ഋഗ്വേദത്തിൽ ഏതെങ്കിലും ഒരു പദം എടുത്തിട്ട് ആ പദം ആഗ്നേയാസ്ത്രത്തെയാണ് ഉദ്ദേശിച്ചത്, കമ്പിത്തപാലിനെയാണ് ഉദ്ദേശിച്ചത്, കപ്പലിനെയാണ് ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വ്യാഖ്യാനിച്ചു വെക്കുന്നത് എന്നുള്ളതാണ്. പുരാണ ഇതിഹാസങ്ങളെ ആസ്പദമാക്കി ഗവേഷണങ്ങൾക്കായി ഭാരതീയ ഇതിഹാസ സങ്കലന യോജന എന്ന് പറയുന്ന ABISY രൂപീകരിച്ചിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്ര ക്യാമ്പയിന്റെ പ്രധാനിയായി രംഗത്ത് വന്ന മൊറോപ്പാം പിംഗ്ലയുടെ നേതൃത്വത്തിൽ 1979 ABISY രൂപീകരിക്കുന്നത്. ഇതിൽ പറയുന്നത്, ഇൻഡോ ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കുടിയേറി പാർത്തവരല്ല, മറിച്ച് ഇന്ത്യയുടെ യഥാർത്ഥ നിവാസികളായിരുന്നു ആര്യന്മാർ എന്ന് പറയുന്ന തദ്ദേശീയ ആര്യൻവാദമാണ് ABISY അവതരിപ്പിക്കുന്നത്. അവർ പറയുന്നത് 2014 മോദി അധികാരത്തിലേറിയതിനു ശേഷം ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയ എന്ന സിദ്ധാന്തത്തെ സമ്പൂർണമായി നിരസിച്ചുകൊണ്ട് ഇന്ത്യക്ക് പുറത്തേക്ക് കുടിയേറിയവരാണ് ആര്യന്മാർ എന്ന് ഇവര് സ്ഥാപിച്ചു എന്നുള്ളതാണ്. എത്രമാത്രം പരിഹസനീയമാണ് ഈ വാദം എന്ന് ആലോചിച്ച് നോക്കൂ. ജനിതകശാസ്ത്ര പഠനങ്ങളെല്ലാം തെളിയിക്കുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരാണെന്നാണ്. പക്ഷേ പുരാണ ഇതിഹാസങ്ങളെ ആസ്പദമാക്കി ഗവേഷണങ്ങൾക്കായി ഹിന്ദുത്വ രൂപീകരിച്ച ഭാരതീയ ഇതിഹാസ സങ്കലന യോജന പറയുന്നത് ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറിയവരല്ല, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കുടിയേറിയവരാണ്. ഇത് പുതിയ വാദമല്ല. ബാലഗംഗാധര തിലകൻ വളരെ മുമ്പേ തന്നെ പറഞ്ഞ വാദങ്ങളെ കൂടുതൽ ശക്തമായി പിന്തുണയ്ക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വാദത്തിന് മറ്റു ചില വശങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളായ ആദിവാസികൾ അവർ ആദിമ നിവാസികളല്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കൂടിയാണ് ആര്യന്മാർ തദ്ദേശീയരാണെന്ന് വാദിക്കുന്നത്. അതുകൊണ്ടാണ് ആദിവാസികളെ ഹിന്ദുത്വം ആദിവാസികൾ എന്ന് വിളിക്കാതെ വനവാസികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അവർ ആദിവാസികളാകത്തില്ലല്ലോ, ആദിമ നിവാസികളായില്ല. ആദിമ നിവാസികൾ ആരാണ്? ആദിമ നിവാസികൾ ആര്യന്മാരാണ്.
മുഗളന്മാരും മുസ്ലിങ്ങളും ഇന്ത്യയിലേക്ക് കുടിയേറിയ, ഇന്ത്യയിൽ അധിനിവേശം നടത്തിയവരാണ് എന്ന് സ്ഥാപിക്കുന്നവർ, പ്രത്യേകിച്ച് ഔറംഗസേബിനെയും അക്ബറിനെയൊക്കെ മുൻനിർത്തി ശക്തമായി വാദം ഉന്നയിക്കുന്നവർ ഇന്ത്യയിലേക്ക് കുടിയേറിയ ആര്യന്മാരുടെ ചരിത്രത്തെ ജനിതകശാസ്ത്ര പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുമ്പോൾ പോലും മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ പോലും അതിഭൗതികാഖ്യാനങ്ങൾ കൊണ്ട് ചരിത്രവിരുദ്ധമായി സ്ഥാപിക്കുന്ന വലിയൊരു ഹിന്ദുത്വ പ്രോജക്റ്റ് നമ്മുടെ സമൂഹത്തിൽ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പാരാസെറ്റമോളിന് പകരം ഗോമൂത്രം കഴിച്ചാണ് തന്റെ പിതാവിന് അസുഖം മാറിയത്, പനി മാറിയതെന്ന് ഒരു IIT ഡയറക്ടർ പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മുടെ പൊതുബോധത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ, ശാസ്ത്രബോധത്തെ പരിഹസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ ആര്യൻ കുടിയേറ്റ വാദത്തെ, പ്രത്യേകിച്ച് ആര്യന്മാർ പുറത്തേക്ക് കുടിയേറിയവരാണെന്നും ആര്യന്മാർ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളാണ് എന്ന് പറയുന്ന വാദം എന്തിനാണ് എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു വാദമാണ്. അത് കേവലമായ ഒരു അമ്മമ്മ കഥയായി തള്ളിക്കളയേണ്ട ഒന്നല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആര്യൻ വാദത്തിന്റെ ഉൽപ്പത്തി കേന്ദ്രം കേവലമായ ഹിന്ദുത്വാഖ്യാനം മാത്രമല്ല, ആ ഹിന്ദുത്വാഖ്യാനത്തിന് ആദ്യമേ ബീജാവാപം ചെയ്തത് സാക്ഷാൽ വിവേകാനന്ദ സ്വാമികളായിരുന്നു എന്നുള്ളതാണ്. വിവേകാനന്ദനെ പൊതുവെ കേരളത്തിൽ പുരോഗമനകാരിയായും നവോത്ഥാനത്തിന്റെ വിപ്ലവാത്മക തേജസ്സായിട്ടും ഒക്കെ നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആര്യൻ വാദങ്ങളെ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല. ഞാൻ ഇക്കാര്യം ഇവിടെ പരിശോധിക്കാൻ വേണ്ടി ശ്രീരാമകൃഷ്ണ മഠം അദ്വൈതാശ്രമം കൽക്കട്ടയിൽ നിന്ന് 1991 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ വോള്യങ്ങളാണ് ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. അതിലെ 3-ാമത്തെ വോള്യം, നാഗരികതയുടെ അർത്ഥം വേദങ്ങൾ പിൻപറ്റുക എന്നതാണ്. വാസ്തവത്തിൽ വേദങ്ങൾക്കനുസൃതമായി ഗർഭം ധരിക്കപ്പെട്ടവനും ജനിച്ചവനുമാണ് ആര്യൻ എന്ന് പറഞ്ഞാൽ ചാതുർവർണ്ണയത്തെ പിന്താങ്ങുകയാണ്. വേദങ്ങൾക്കനുസരിച്ച് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഋഗ്വേദത്തിലാണ് ചാതുർവർണ്ണയത്തെ പിന്താങ്ങുന്ന പുരുഷ സൂക്തമുള്ളത്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത എന്ന് തുടങ്ങുന്ന, മനുഷ്യരെ ശ്രേണീകരിക്കുന്ന, മനുഷ്യരെ 4ആയി തരംതിരിക്കുന്ന, മനുഷ്യര് 4ആയി വിഭജിക്കുന്ന ശ്രേണീകൃതത്വം ഉൾക്കൊള്ളുന്ന ഋഗ്വേദത്തിലാണ്. ഈ പുരുഷ സൂക്തമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും പുരുഷ സൂക്ത പുഷ്പാഞ്ജലിയായിട്ട് നടത്തപ്പെടുന്നത്. മനുഷ്യരെല്ലാം 4ആയി വിഭജിക്കപ്പെട്ടവരാണെന്നും അവർ വേർതിരിക്കപ്പെട്ട് അകറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്ന് പറയുന്ന പുരുഷ സൂക്തം ഇന്നും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പുഷ്പാഞ്ജലിയായിട്ട് നടത്തുന്നു. ഈ പുഷ്പാഞ്ജലി നടത്തിയാൽ മനസമാധാനം കിട്ടുമെന്നാണ് വഴിപാട് ഓരോരോ പട്ടികയിൽ ഫലശ്രുതിയായിട്ട് എഴുതി ചേർത്തിരിക്കുന്നത്. ആർക്ക് സമാധാനം കിട്ടുമെന്ന്? ആർക്കും സമാധാനം കിട്ടാൻ പോകുന്നില്ല. രക്തപാരമ്പര്യത്തിന്റെ നാശം തടയുന്നത് കൊണ്ട് ജാതി അനിവാര്യമായ ഒന്നായിരുന്നു. നീഗ്രോകളുമായും അമേരിക്കൻ ഇന്ത്യക്കാരുമായും കൂടിക്കലരാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? പക്ഷേ പ്രകൃതി അതിനെ അനുവദിക്കുകയില്ല. പറഞ്ഞതാരാണ്? സ്വാമി വിവേകാനന്ദൻ. ഈ ആര്യൻ വാദത്തിന്റെ ഘട്ടത്തിൽ വിവേകാനന്ദൻ പറയുന്ന വാചകങ്ങളാണ്. ആര്യൻ വംശത്തെ രക്ഷപ്പെടുത്താവുന്ന അബോധപരമായ ഒരു ഉപാധിയാണ് ജാതി നൽകുന്നത്. ജാതി ഹിന്ദുക്കൾ ജാതിരഹിതരുമായി കൂടിക്കലരുതെന്നും അല്ലെങ്കിൽ ആര്യന്മാർ താഴ്ന്നു പോകുമെന്നും വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. വോളിയം 3 പേജ് 534. കേരളത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം കേരളം മുഴുക്ക പ്രാന്താലയമാണെന്നാണ് പറയുന്നത്. ജാതിയെപ്പറ്റി കാണ്ഡമായിട്ട് ഉപന്യാസം രചിച്ച മനുഷ്യനാണ്. മനുഷ്യർക്ക് ദൈവം നൽകിയ ഏറ്റവും മഹത്തായ സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ജാതി. മറ്റാരുമല്ല, വിവേകാനന്ദൻ. മനുഷ്യരാശിയുടെ ഭാഷാശാസ്ത്രപരമായ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ ജാതി വ്യവസ്ഥയിലൂടെ വംശീയമായ പ്രശ്നപരിഹാരം നൽകാൻ ആര്യന്മാർക്ക് കഴിഞ്ഞു. പറഞ്ഞത് മറ്റാരുമല്ല, നമ്മുടെ വിവേകാനന്ദൻ തന്നെ. അപ്പൊ ആര്യന്മാരാണ് ജാതി കൊണ്ടുവന്നതെന്നും അവർക്ക് എന്ത് കഴിഞ്ഞു? ഭാഷാ പ്രശ്നം സംസ്കൃതം പരിഹരിച്ചതുപോലെ മനുഷ്യർക്കിടയിലുള്ള പ്രശ്നം ജാതി വ്യവസ്ഥ കൊണ്ട് ആര്യന്മാർ പരിഹരിച്ചുവെന്ന് വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. ഉത്കൃഷ്ടമായ ശക്തിയുള്ള ഒരു വംശത്തെ രൂപീകരിക്കുന്നതിനാവശ്യമായ സാമൂഹിക സന്തുലിതാവസ്ഥ, വർണ്ണവ്യവസ്ഥ ഉറപ്പു നൽകി. ചാതുർവർണ്ണയിൽ സമൂഹത്തിൽ സന്തുലിതാവസ്ഥ നിലനിർത്തി. എന്ത് സന്തുലിതാവസ്ഥ? ചാതുർവർണ്ണ സന്തുലിതാവസ്ഥ നിലനിർത്തുകയാണോ ചെയ്തത്? കഠിനമായ അസമത്വം സൃഷ്ടിക്കുകയാണോ ചെയ്തത്? നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. വോളിയം 4 പേജ് 309.
ബ്രാഹ്മണീയതയുടെ രൂപീകരണത്തോടെ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു. മാലിന്യം വന്നതോടുകൂടി സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞു വെക്കുന്നത്. വിവേകാനന്ദൻ ആര്യന്മാരെ സംസ്കാരത്തിന്റെ വാഹകരായി കണ്ടപ്പോൾ ദ്രാവിഡരെ അദ്ദേഹം പ്രാകൃതരായി അവതരിപ്പിച്ചു. ആര്യൻ പൂർവികരിൽ നിന്നാണ് ഇന്ത്യയിലെ ഉപരിവർഗക്കാർ ഉത്ഭവിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ആര്യൻ കുടുംബത്തിന്റെ ഓരോ ശാഖയ്ക്കും ലോകത്തെ നാഗരികവൽക്കരിക്കുന്നതിൽ പങ്കുണ്ടെന്ന് വിവേകാനന്ദൻ പറഞ്ഞു. വോളിയം 4 പേജ് 434. വാസ്തവത്തിൽ ലോകത്ത് നാഗരികവൽക്കരിക്കപ്പെട്ട ഒരേ ഒരു വംശമേ നിലനിൽക്കുന്നുള്ളൂ എന്നും അത് ആര്യന്മാരാണ് എന്നും വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടു. ആര്യൻ രക്തം ലഭിക്കുന്നത് വരെ ഒരു വംശവും നാഗരികമാവുകയില്ല. നാഗരികത നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനാവില്ല. ഒരു വംശം ശരിക്കും നാഗരികമാകുന്നതിന് ആര്യന്മാർ രക്തം നൽകേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. ഇതേ വാദം പിന്നീട് പറഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ MS ഗോൾവാക്കർ ആണ് പിന്നീട് പറയുന്നത്. കേരളത്തിലേക്ക് നമ്പൂതിരിമാർ വന്ന് ശൂദ്രന്മാർക്ക് ഇങ്ങനെ രക്തം നൽകിയത് വളരെ ഉത്തമമായ ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞത് MS ഗോൾവാക്കറാണ്. അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തം ഗോൾവാക്കർ സ്വന്തമായിട്ടുണ്ടാക്കിയതല്ല എന്നും അത് വിവേകാനന്ദൻ പഠിച്ചതാണ് എന്നും വിവേകാനന്ദന്റെ ഈ വാചകങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇന്ത്യയിലെ ആദിമ നിവാസികളുടെ നേർവിപരീത സ്ഥാനമായി ആര്യനെ വിവേകാനന്ദൻ അവതരിപ്പിച്ചു. വിവേകാനന്ദന്റെ വംശീയമായി വാദഗതി ജാതി വിഭജനങ്ങളെ സാധൂകരിച്ചു. കാലിഫോർണിയയിൽ 1900 നടത്തിയ പ്രഭാഷണത്തിൽ വിവേകാനന്ദൻ പറഞ്ഞു, വടക്കു ഭാഗത്തും തെക്കു ഭാഗത്തുമുള്ള ഇന്ത്യക്കാർക്കിടയിൽ ചർച്ചയില്ല. നോട്ട് ദി പോയിന്റ്. വടക്കു ഭാഗത്തും തെക്കു ഭാഗത്തുമുള്ള ഇന്ത്യക്കാർക്കിടയിൽ ചർച്ചയില്ല. വടക്കേ ഇന്ത്യ എല്ലാ യൂറോപ്യന്മാരുടെയും ഭാഗമായ ആര്യവംശത്തിൻ്റെതാണ് എന്ന് കാലിഫോർണിയയിൽ നടത്തിയ പ്രഭാഷണത്തിൽ വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ആര്യൻ ദൈവം എല്ലാ ജനസമൂഹങ്ങളുടെയും ആദ്യ പിതാവാണ് എന്നും സ്വന്തം ആര്യൻ അകക്കാമ്പ് കണ്ടെത്തണമെങ്കിൽ ഇന്ത്യ ആദ്യം ചിരപുരാതനമായ ആര്യൻ പാഠങ്ങളും ലോകത്തിലെ ആദ്യത്തെ സാഹിത്യകൃതികളായ വേദത്തിലേക്ക് തിരിച്ചു നടക്കണമെന്നും വിവേകാനന്ദൻ പറഞ്ഞു വെച്ചു. ഒറ്റപ്പെട്ട് ജീവിച്ചതിനാൽ അതിമാനുഷ്യരുടേതായി രഹസ്യ ആര്യൻ ഗോത്രം എങ്ങനെ അതിജീവിച്ചു എന്ന് ആധുനിക കാലത്തെ മനുഷ്യർക്കാർക്കും മനസ്സിലാവുകയില്ല എന്നും മിഷനറിമാർ ഇവരെ കണ്ടെത്തിയില്ല എന്നും മുസ്ലിം സ്വാധീനം ഈ ആര്യന്മാർക്ക് ഏശിയില്ല എന്നും വിവേകാനന്ദൻ പറയുന്നുണ്ട്. ആര്യന്മാർക്ക് നീണ്ട നാസികകളും അവർ വെളുത്ത നിറമുള്ളവരും മുടികൾ കറുത്തവരോ തവിട്ട് നിറമുള്ളവരോ കണ്ണുകൾ കറുത്തവരോ നീല നിറമുള്ളവരോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തനി ജാതീയ വംശീയ വാദമാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദൻ അവതരിപ്പിച്ചത് എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് വിവേകാനന്ദനെ വായിച്ചതിന് ശേഷം ഭാരതീയ ഇതിഹാസ സങ്കലന യോജനയിലേക്ക് കടക്കുമ്പോഴാണ് ഈ സങ്കലന യോജനയ്ക്ക് എവിടെ നിന്നാണ് ഈ ആശയം കിട്ടിയത്? സങ്കലന യോജനയ്ക്ക് ഈ ആശയം കിട്ടിയത് വിവേകാനന്ദനിൽ നിന്നും MS ഗോൾവാക്കറിൽ നിന്നും ബ്രാഹ്മണീയമായ ലോകവീക്ഷണങ്ങളിൽ നിന്നും ആഖ്യാനങ്ങളിൽ നിന്നുമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് വിവേകാനന്ദനെ പോലെയുള്ള ആളുകളെ പുരോഗമനകാരികളായി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ വീണ്ടെടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം ഇന്ത്യയിൽ ആര്യൻ വംശീയവാദത്തിന് അടിത്തറയിട്ടതിൽ ഒരാൾ വിവേകാനന്ദനാണ് എന്നുള്ളതാണ്. ഹരിയാനയിലെ കുരുക്ഷേത്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദ്യാഭാരതി സംസ്കൃത ശിക്ഷാ സംസ്ഥാൻ 4 മുതൽ 12 വരെ ക്ലാസ്സുകൾക്കായി ബോധ്മാല എന്ന പേരിൽ ഒരു പുസ്തക പരമ്പര പ്രസിദ്ധീകരിക്കുന്നു. ഈ പരമ്പരയിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, രാഷ്ട്രീയം, ശാസ്ത്രം, പൊതുവിജ്ഞാനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ ചർച്ച ചെയ്യുന്നത്. അതിലെ ബോധമാല 8ാമത്തെ സീരീസ് അവകാശപ്പെടുന്നത് എല്ലാ മനുഷ്യരും ഉത്ഭവിച്ചത് ഇന്ത്യയിൽ നിന്നാണ്. ആധുനിക പഠനങ്ങൾ പറയുന്നത് എന്താണ്? ആഫ്രിക്കയിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ ബോധ്മാല പറയുന്നത് ലോകത്തുള്ള മനുഷ്യർ ഉത്ഭവിച്ചത് എല്ലാം ഇന്ത്യയിൽ നിന്നാണ് എന്നുള്ളതാണ്. ബോധ്മാല 9 പറയും, ഗ്രീക്ക് നാണയങ്ങളിൽ ഹിന്ദു സംസ്കാരത്തിന്റെ ചിഹ്നങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. കൊളംബിയയിലെ വിശുദ്ധ നഗരമായ സാൻ അഗസ്റ്റിൻ ഋഷി അഗസ്റ്റിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കർണൻ എന്ന ഇതിഹാസം ബാബിലോണിയയിൽ ജനപ്രിയമാണ്. കാസ്പിയൻ കടൽ കശ്യപ മഹർഷിയുടെ നാടാണ്. ഇറാന്റെ പഴയ പേര് ആര്യൻ എന്നാണ്. ഇത് തമാശയല്ല. 2025 ഹരിയാനയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിന്റെ കാര്യമാണ് പറയുന്നത്.
ബോധ്മാല 6 പറയും, ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് ബ്രഹ്മത്തിൽ നിന്നാണ്, ലോകത്തിലെ പല സംസ്കാരങ്ങളും ഉത്ഭവിച്ചത് ഭാരതത്തിൽ നിന്നുമാണ്. ലോകത്തിലെ പല സംസ്കാരങ്ങളും ഉത്ഭവിച്ചത് ഭാരതത്തിൽ നിന്നാണെങ്കിൽ ലോകത്തിന്റെ ഗതി എന്താവും? ജാതി വ്യവസ്ഥ കൊണ്ട് ലോകത്തിലുള്ളവർക്ക് തന്നെ കടക്കപ്പുറതിയില്ല, ഭാരതത്തിലുള്ളവർക്ക് പോലും കടക്കപ്പുറതിയില്ല, പിന്നാണ് ലോകത്തിലുള്ളവരുടെ അവസ്ഥ. ഒരിക്കൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ഭാരതീയ സംസ്കാരത്തെ പുകഴ്ത്തിക്കൊണ്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സുദീർഘമായ പ്രഭാഷണം നടത്തിയപ്പോൾ സാക്ഷാൽ സഹോദരൻ അയ്യപ്പൻ അതിനെതിരെ പറഞ്ഞത്, ഈ രാധാകൃഷ്ണൻ പറയുന്ന വലിയ വലിയ ഫിലോസഫി കൊണ്ട് ഇന്ത്യക്ക് ഇതുവരെ രക്ഷയുണ്ടായിട്ടില്ല, പിന്നാണ് ലോകത്തിന്. വേദാന്തത്തിൽ മുങ്ങിയത് കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ CV കുഞ്ഞിരാമൻ, മഹാനായ പത്രാധിപർ, പറഞ്ഞു. അവർക്കൊക്കെ ആ ബോധം ഉണ്ടായിരുന്നു. പക്ഷേ ലോകത്തിലെ പല സംസ്കാരങ്ങളും ഉത്ഭവിച്ചത് ഭാരതത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഇതിഹാസ പുരാണ പാഠങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും ജാതി വ്യവസ്ഥയെ പ്രകീർത്തിക്കാത്ത ഒറ്റ അധ്യായം പോലും, ഒരു വരി പോലും ഇല്ലാത്ത ഒരു പാഠം പോലും നമുക്കതിൽ കാണാൻ കഴിയും. ലോകത്തിന് എന്ത് സംഭാവന കൊടുത്തെന്നാണ് പറയുന്നത്? സാക്ഷാൽ സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറഞ്ഞത്, എറണാകുളത്ത് അദ്ദേഹം ഭാരതീയം എന്ന പേരിൽ സുദീർഘമായ 7 ദിവസത്തെ പ്രഭാഷണ പരമ്പര നടന്നു. അതിൽ സുകുമാർ അഴീക്കോട് പറഞ്ഞത്, ലോകത്തിന് ഭാരതം നൽകിയ ഏറ്റവും മഹത്തായ സംഭാവനയാണ് അദ്വൈത വേദാന്തം. ശങ്കരാചാര്യരെ ലോകത്തിന് നൽകിയത് ഇന്ത്യയാണ് എന്നാണ് പറഞ്ഞത്. ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് പറഞ്ഞ മഹാനാണ് ഈ ശങ്കരാചാര്യൻ. മനുസ്മൃതി പറയാൻ മടിക്കാത്ത രീതിയിൽ സ്ത്രീകളും വൈശ്യരും ശൂദ്രരും പാപയോനികളാണെന്ന് പറയാൻ മടിക്കാത്ത ആളാണ് ശങ്കരാചാര്യൻ. ബ്രഹ്മം എന്ന് പറയുന്ന സങ്കല്പം നമ്മൾ വിചാരിക്കും ഇപ്പൊ ക്വാണ്ടം ഫിസിക്സുമായിട്ടൊക്കെ ആണല്ലോ ബന്ധപ്പെടുത്തി ബ്രഹ്മത്തെയൊക്കെ നിർവചിക്കുന്നത്. ഒരു ചുക്കുമില്ല. ബ്രഹ്മത്തെപ്പറ്റി ശങ്കരാചാര്യ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബ്രാഹ്മണ പുരുഷ സ്വരൂപ ഹേതുത്വാദ ബ്രഹ്മത്യഭിധീയത. ബ്രാഹ്മണ പുരുഷന്റെ സ്വരൂപത്തെയാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത് എന്ന് ശങ്കരാചാര്യ ബൃഹദാരണ്യകോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ വളരെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ തന്നെയാണ് ചണ്ടാളന്മാർ യാഗശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അദ്വൈത വേദാന്തം എന്ത് സംഭാവനയാണ് ഇന്ത്യക്ക് നൽകിയത്, ലോകത്തിന് നൽകിയത്? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശങ്കരന്റെ ജഗന്മിഥ്യാവാദവും അദ്വൈത സിദ്ധാന്തവും ശാസ്ത്രജ്ഞാനത്തെ തടഞ്ഞു. ലോകം മിഥ്യയാണെന്ന് പറയുന്ന ശങ്കരന്റെ അദ്വൈത സിദ്ധാന്തം കണ്ടുപിടുത്തങ്ങൾ നടത്തി ഭൗതികാസ്പദങ്ങൾ ശക്തമായി അടിത്തറ തീർക്കുന്നതിന് നമ്മളെ തടഞ്ഞു. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അദ്വൈത സിദ്ധാന്തം വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അദ്വൈതം ഒരു തരത്തിലുള്ള സംഭാവനകൾ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യരെ ശ്രേണീകരിക്കുക അല്ലാതെ മനുഷ്യർക്കിടയിലുള്ള തുല്യത ശങ്കരാചാര്യരുടെ അദ്വൈത സിദ്ധാന്തം അംഗീകരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കർമ്മ പുനർജന്മ സിദ്ധാന്തവും പാപപുണ്യ സിദ്ധാന്തവും അടിസ്ഥാനപരമായി ആയുർവേദത്തിന് മുന്നോട്ട് പോക്കിന് തന്നെ വലിയ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ചരക സംഹിതയിൽ ഇതിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾക്കാണ്. ചരക സംഹിതയിൽ പറയും, രോഗത്തിന് കാരണം പാപമാണ് എന്നുള്ളതാണ് ചരക സംഹിതയിൽ പറയുന്നത്. പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത്, ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ എന്നാണ്. ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ധാരാളം പ്രമേഹ രോഗികളുള്ള ഒരു കാലഘട്ടമാണ്. എന്താണ് പ്രമേഹം വരാൻ കാരണം? അത് മറ്റൊന്നും കൊണ്ടല്ല, മുജ്ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചവർക്കാണ് ഈ ജന്മത്തിൽ പ്രമേഹം വരുന്നത്. ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹമാണ്. നിർത്താതെ മൂത്രം ഒഴിക്കുന്ന പ്രമേഹം, ബാത്റൂമിൽ നിന്ന് കയറാൻ തോന്നത്തില്ല, എപ്പോഴും ഒരു തരം മൂത്ര ചുടിച്ച്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. എന്താണ് കാരണം? മുജ്ജന്മത്തിൽ നിങ്ങൾ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചത് കൊണ്ടാണ് ഈ ജന്മത്തിൽ ഷുഗർ വന്നിരിക്കുന്നത്. എന്താണ് പരിഹാരം? ഇൻസുലിൻ എടുക്കണോ? പാടില്ല. അതോ ഗ്ലൈസിമേജ് 50-500 കഴിക്കണോ? അല്ല. അതോ ജാനുമെറ്റ് 50-500 കഴിക്കണോ? അല്ല. പിന്നെന്താണ് വേണ്ടത്? സായണീയൻ പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കാശിയിലേക്ക് പോകും. ഇത് കഴിഞ്ഞു പോയൊരു കാലമല്ല കേട്ടോ. ഇപ്പോഴും ഭാഗവത സപ്താഹയജ്ഞ എന്ന പേരിൽ പുരാണ പട്ടത്താനങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ ഇതൊക്കെ തന്നെയാണ്. ഷുഗർ മാറാൻ, കൊളസ്ട്രോൾ മാറാൻ മൃത്യുഞ്ജയഹോമം നടത്തുന്ന നാടായിട്ട് നമ്മുടെ കേരളം മാറിയിരിക്കുന്നു.
മൃത്യുഞ്ജയമ നടത്തി നെയ്യും എള്ളെണ്ണയും ഒക്കെ ചെലവാക്കാമെന്നല്ലാതെ പ്രത്യേകിച്ചൊരു കാര്യവുമില്ല. ഈ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. ഇത് കഴിഞ്ഞു പോയൊരു അമ്മൂമ്മ കഥയല്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും സ്വാധീനം ചെലുത്തുന്ന ഒരു അമ്മൂമ്മ കഥയുടെ പേരാണ് ബ്രാഹ്മണ്യം എന്നുള്ളത്. കർമ്മ പുനർജന്മ സിദ്ധാന്തം അടിസ്ഥാനപരമായി ശാസ്ത്ര പുരോഗതിയെയും ശാസ്ത്രബോധത്തെയും പിന്നോട്ട് വലിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിൽ വേദാനന്തര കാലഘട്ടത്തിൽ ഉരുച്ചിരുന്ന ചില വിശ്വാസങ്ങൾ രോഗികളെ പാപികളായി വിലയിരുത്തുന്നതിന് ഇടവരുത്തിയിട്ടുണ്ട്. രോഗം എന്ന് പറയുന്നത് തന്നെ പാപത്തിന്റെ ഫലമായിട്ടാണ് ഉരുത്തിരിയുന്നത് എന്ന സിദ്ധാന്തം നമുക്ക് ഈ കൃതികളിൽ കാണാം. എല്ലാ രോഗങ്ങളും പാപങ്ങളുടെ ഫലമാണെന്ന സിദ്ധാന്തമാണ് ഇതിന് അടിത്തറയായി വർത്തിച്ചത്. ശരീരത്തിൽ വന്നു ചേരുന്ന എല്ലാ രോഗങ്ങളുടെ അടിസ്ഥാനം മുജ്ജന്മ കർമ്മകൃതമോ ഇഹജന്മ കർമ്മകൃതമോ ആയ പാപഫലമാണെന്ന് മനുസ്മൃതിയും വസിഷ്ഠ സ്മൃതിയും പറയുന്നു. മനുസ്മൃതി 11:48, വസിഷ്ഠ ധർമ്മസൂത്രം 20:43-44. ചരമ സംഹിതയിൽ പറയും, നിർദ്ദിഷ്ടം ദൈവശബ്ദേന കർമ്മയത് പൗർവദേഹികം ഹേതുസ്തദപികാലേന രോഗാണാമുപലഭ്യതേ. മുജ്ജന്മ കർമ്മഫലങ്ങളാണ് രോഗരൂപത്തിൽ വന്നു ചേരുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ എന്തുണ്ടാകുന്നത്? രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഈ ഒരു വിധിവിശ്വാസം കാരണം ശരിയായ ചികിത്സ ചെയ്യുന്നതിനും ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്തുന്നതിനും ആയുർവേദത്തിന് മുന്നോട്ട് പോക്കിനും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ആയുർവേദ ചികിത്സാ പാരമ്പര്യം അന്വേഷണാത്മകമായും ഗവേഷണാത്മകമായ രോഗങ്ങൾക്ക് കൂടുതൽ കൃത്യമായ മരുന്ന് ചികിത്സയിലേക്ക് കടക്കുന്നതിന് കൃത്യമായ തടയിട്ടത് പൂജാമന്ത്ര വിശ്വാസ പാരമ്പര്യത്തിലൂന്നിയ പൗരോഹിത്യ ബന്ധനത്താലാണ്. ഇതിപ്പോഴും പല നിലകളിൽ തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് സൂചിപ്പിച്ചു പോകുന്നു എന്ന് മാത്രം. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കാം. അതിലൊന്ന് കേരളീയ സമൂഹത്തിൽ ആഴത്തിൽ പിടിമുറുക്കിയ ഒരു കാര്യമാണ് ഒരു സമാധി. തുടർച്ചയായ ഒരു മാസമാണ് കേരളത്തിലെ ചാനലുകൾ ഈ സമാധി ചർച്ച ചെയ്തു. ആ സമാധി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് വളരാനുള്ള ഒരു അടിത്തറ സൃഷ്ടിച്ചു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. എന്താണ് സമാധി? യഥാർത്ഥത്തിൽ മസ്തിഷ്ക താടനമെന്നാണ് സമാധിയെ വിളിക്കേണ്ടത്. വെറുതെ മസ്തിഷ്കത്തെ ഉപദ്രവിക്കുക. സമാധി ഇരുന്നത് കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടുണ്ടോ? ഈ മഹർഷിമാരെല്ലാം സമാധി ഇരിക്കുകയാണ് പറയുന്നത്. ഈ മഹർഷിമാരൊക്കെ സമാധി ഇരുന്നിട്ട് ഇന്ത്യക്ക് എന്ത് നേട്ടം ഉണ്ടായി? ഒരു മുട്ടുസൂചിയെങ്കിലും സമാധി ഇരുന്ന മഹർഷിമാർ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരു മുട്ടുസൂചിയെങ്കിലും, അല്ല മുറ്റം തൂക്കാൻ ഒരു ചൂലെങ്കിലും സമാധി ഇരുന്നാണോ കണ്ടുപിടിച്ചത്? ഒന്നുമല്ല. അപ്പൊ മനുഷ്യരുടെ കണ്ടുപിടുത്തങ്ങളെ തടസ്സം സൃഷ്ടിക്കുന്ന ഒന്നാണ് സമാധി എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് സമാധി ഇരുന്നാൽ മസ്തിഷ്കത്തിലെ കോശങ്ങൾ നശിച്ചു പോകുക എന്നതിൽ കവിഞ്ഞ് യാതൊരു നേട്ടവുമില്ല. മസ്തിഷ്ക മർദ്ദനമാണ് സമാധി എന്ന് പറയുന്നത്. അപ്പൊ സമാധി എന്ന് പറയുന്നത് ഈ മൂലാധാരത്തിൽ നിന്ന് കുണ്ടലിന് ഇങ്ങനെ ഉയർന്ന സഹസ്രാരത്തിൽ ചെന്ന് സഹസ്രാരം ഭേദിക്കുമ്പോഴാണ് സമാധി ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? നമുക്ക് വളരെ പ്രാചീനമായ ഒരു ഗ്രന്ഥം പരിശോധിക്കാം. ശങ്കരാചാര്യനാൽ എഴുതപ്പെട്ട സർവവേദാന്ത സിദ്ധാന്ത സാര സംഗ്രഹം. എന്താണ് അതിനകത്ത് സമാധിയെ പറ്റി പറയുന്നത്? ബ്രഹ്മാനന്ദരസാവേശാത് ഏകീഭൂയാ തദാത്മന വൃത്തേർ യാ നിശ്ചലാവസ്ഥ സാ സമാധിരകൽപകഃ. ബ്രഹ്മാനന്ദരസാനുഭൂതിയിൽ മുഴുകിക്കൊണ്ട് ബ്രഹ്മാകാരമായി തീർന്ന് ബുദ്ധിവൃത്തിയുടെ നിശ്ചലാവസ്ഥയെ നിർവികൽപ്പ സമാധി എന്ന് വിളിക്കുന്നു. അപ്പൊ ബുദ്ധിയെ നിരോധിക്കുക, ചിത്തവൃത്തി നിരോധ യോഗ. ചിത്തത്തിന്റെ വൃത്തിയെ മുഴുവൻ നിരോധിക്കുക. എന്ത് നേട്ടമാണ്? നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് യോഗമാണെന്ന് പറയുക. എന്ത് മെച്ചമാണ് സമൂഹത്തിന് ഈ സമാധി ഇരിക്കുന്നവരെ കൊണ്ട്? എന്ത് പ്രയോജനമാണുള്ളത്? ഒരു പ്രയോജനമില്ല. ഉദ്ധാനേവാപ്യനുസന്ധാനേപ്യ പ്രമത്തോ ജിതേന്ദ്രിയ സമാധിശക്കം കുർവീത സർവദാ പ്രയതോ യതിഹി. സാധകൻ കിടക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും ജിതേന്ദ്രിയനും പ്രമാദം പറ്റാത്തവനുമായിട്ട് ശ്രദ്ധയോടുകൂടി 6 വിധത്തിലുള്ള സമാധി അഭ്യസിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ
സമാധി ഒരു ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങ് മരിക്കുന്നതിന്റെ പേരല്ല സമാധി എന്നുള്ളതാണ് ഈ ഗ്രന്ഥം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് എന്താണ്? കേരളീയ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ഒരാൾ ധ്യാനിക്കാനിരിക്കുന്നു, ധ്യാനത്തിൽ ഇരുന്നിരുന്നിരുന്ന് അയാൾ മരണത്തിലേക്ക്, സ്വയം ഇച്ഛാനുസാരിയായ ഒരു മരണത്തിലേക്ക് ഒരാൾ കടക്കുന്ന അവസ്ഥയുടെ പേരാണ് സമാധി എന്നാണ് കേരള സമൂഹത്തെ സമാധിവാദികൾ തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ കൃതി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന എന്താണ്? അതല്ല സമാധി. യോഗം മമേത്യധ്യാസദാത്മഗാഹകോ ഗ്രന്ഥർലയം യാതി സവാനമയ സമാധിനാ നശ്യതി കർമ്മബന്ധോ ബ്രഹ്മാത്മബോധോ അപ്രതിബന്ധയിഷ്യതേ. സമാധിയിൽ ഞാനെന്നും എന്റേതെന്നുമുള്ളതും വാസനാശ്രവുമായി ഹൃദയഗ്രന്ഥി തീരെ അറ്റുപോകുന്നു. സമാധി അഭ്യസിക്കുന്നത് കൊണ്ട് കർമ്മബന്ധങ്ങൾ നശിക്കുകയും ഞാൻ ബ്രഹ്മമാകുന്നു എന്ന അനുഭവം തടസ്സമറ്റതുമായി തീരുന്നു. ഒരേ ഒരു കാര്യമേ സാധിക്കുന്നുള്ളൂ, ഞാൻ ബ്രഹ്മമാണ്. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ ഡോക്ടർ പ്രദീപൻ പാമ്പരിൽ ഒരിക്കലും ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ബ്രഹ്മമാണെന്ന് പറയുന്നു, നിങ്ങൾ ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് അടുത്തിരിക്കുന്ന മനുഷ്യനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഇരുന്ന് ബ്രഹ്മമാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇന്ത്യക്കാർ കുറെ കാലമായിട്ട് ബ്രഹ്മമാണെന്ന് പറയുന്നു. ബ്രഹ്മമാണെന്ന് പറയുന്ന സമൂഹത്തിലാണ് ശക്തമായ ജാതി വ്യവസ്ഥ അയിത്തവും നിലനിൽക്കുന്നത്. അപ്പൊ ബ്രഹ്മം എവിടെ പോയി? ബ്രഹ്മമില്ല, അയിത്തം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തസ്മാത്വം ചാപ്യമത്ത സമാധീം കൃത്വാ ഗ്രന്ഥിം സാധു നിർദ്വഹയുക്തഃ നിത്യം ബ്രഹ്മാനന്ദ പീയൂഷ സിന്ധൗ മജ്ജൻ ക്രീഡൻ മോദമാനോ രമസ്വ. അതിനാൽ നീ പ്രമാദം കൂടാതെ സവികൽപ്പ നിർവികൽപ്പ സമാധികളെ അഭ്യസിച്ച് മോഹം കൊണ്ടുണ്ടായി തീർന്നതും ശരീരാദികളിൽ ഞാനെന്ന ഭാവത്തെ നിലനിർത്തുന്നതുമായ ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കണം. കുറെ കാലം നിഷ്ഠയോടുകൂടിയുള്ള സമാധി അഭ്യാസം കൊണ്ട് അത് സാധിക്കും. ഹൃദയഗ്രന്ഥിയെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടു. പിന്നെ എപ്പോഴും ബ്രഹ്മാനന്ദാമൃത സമുദ്രത്തിൽ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടും നീന്തി കുളിച്ചുകൊണ്ടും സന്തോഷത്തോടു കൂടി സുഖിച്ചാലും. ഇതാണ് ബ്രഹ്മാനന്ദം കൊണ്ട് കിട്ടുന്ന ഗുണം. അതിലിങ്ങനെ മുങ്ങിപ്പൊങ്ങുക. ബ്രഹ്മാനന്ദ രസാസ്വാദകർ കണ്ടുപിടിച്ചതല്ല കേട്ടോ ഈ മൈക്ക്. നമ്മൾ കൊള്ളുന്ന കാറ്റ്, സുഖമായി കാറ്റ് കൊള്ളുന്ന ഈ ഫാൻ, ഈ കസേര, ഇതൊന്നും ബ്രഹ്മാനന്ദത്തിൽ ലയിച്ചവരല്ല. അവർ വെറും നിലത്തിരുന്ന് അങ്ങ് ലയിക്കുക ചെയ്തു. സമൂഹത്തിന് യാതൊരു ഗുണവും ഉണ്ടായിട്ട്. സമൂഹത്തിന് ഗുണമുണ്ടായത് ശാസ്ത്ര പുരോഗതിയും ശാസ്ത്രീയ അന്വേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയവരാണ്, അല്ലാതെ സമാധി ഇരുന്നവരല്ല എന്നുള്ള കാര്യം നമ്മളെ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ സമാധി എന്ന് പറയുന്നത് ചുരുക്കത്തിൽ ഒരു ദിവസം മരിക്കുന്ന അവസ്ഥയല്ല എന്നും ഈ ബ്രഹ്മാനന്ദത്തിൽ ഇരിക്കുക എന്നുള്ളതാണെന്നും യഥാർത്ഥത്തിൽ ആ ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത് മസ്തിഷ്ക താടനമാണ് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാര്യം. ഇനിയും ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കാണേണ്ടത്, ഈ വിവാദം ഉടലെടുത്ത ഘട്ടത്തിൽ ഹിന്ദുത്വവാദികൾ പ്രചരിപ്പിച്ചത് രാമനും കൃഷ്ണനും ഒക്കെ സമാധി അടയുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആ സന്ദർഭത്തിൽ ചെയ്ത ആ പുരാണ ഭാഗം എടുത്തൊന്നും കൂടെ വായിച്ചു നോക്കി. ഇനി ഈ മഹാന്മാർ സമാധി അടയാണോ ചെയ്തത് എന്നറിയുന്നതിന് വേണ്ടി ഭാഗവത പുരാണം പ്രഥമസ്കന്ധം ദശമസ്കന്ധം 18-ാം അധ്യായം. ജലാശയമജക്ഷാണ പ്രവിവേശത്തമാശ്രമം ദദർശമുനിവാസീനം ശാന്തം മീലിതലോചനം. ഒരിക്കൽ വില്ലു കയ്യിലെടുത്തുകൊണ്ട് പരീക്ഷിത്ത് മൃഗങ്ങളെ നായാടി നടന്ന് ക്ഷീണിച്ച് വളരെയേറെ വിശപ്പും ദാഹവും ഉള്ളവനായി തീർന്നു. അദ്ദേഹം ശമീക മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അപ്പൊ നോക്കുമ്പോ ശമീക മുനി ഇരുന്ന് തപസ് ചെയ്യുകയാണ്. അദ്ദേഹം സമാധിയിലിരിക്കുകയാണ് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. പ്രതിരുദ്ധേന്ദ്രിയ പ്രാണമനോ ബുദ്ധിഭാരതം സ്ഥാനത്രയാത് പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. എല്ലാത്തിനെയും മറന്നുകൊണ്ട് അദ്ദേഹം സമാധിയിലിരിക്കുകയാണെന്നാണ് പറയുന്നത്. കണ്ണടച്ചിരുന്ന അദ്ദേഹം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് സമാധിയിൽ ലയിച്ചിരിക്കുന്നവനോ അതോ ക്ഷത്രിയാധിപനായി എനിക്ക് എന്നെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണോ എന്നാണ് പരീക്ഷിത്ത് സംശയിച്ചത്. അദ്ദേഹം ഒരു ചത്ത പാമ്പിനെ എടുത്ത് മുനിയുടെ തലയിലേക്ക് ഇട്ടു. അദ്ദേഹത്തിന്റെ പുത്രൻ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് എന്താണ്? സമാധിയിലിരിക്കുന്ന തന്റെ അച്ഛന്റെ കഴുത്തിൽ ഒരു പരീക്ഷിത്ത് മഹാരാജാവ് ഒരു ചത്ത പാമ്പിനെ എടുത്തിട്ടിരിക്കും. അദ്ദേഹം ശപിച്ചു, പരീക്ഷിത്ത് ശപിച്ചു. ഈ ചെയ്ത ക്രൂരകൃത്യത്തിലൂടെ പരീക്ഷിത്ത് മഹാരാജാവ് ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകന്റെ കടിയേറ്റ് മരിക്കാൻ ഇടയാവട്ടെ എന്നുള്ളത്.
പക്ഷെ ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമാധി എന്ന് പറയുന്ന ഹിന്ദുത്വവാദികളുടെ സങ്കല്പത്തെ പൊളിക്കുന്ന ഒരു വാചകം ഭാഗവതത്തിൽ കാണാം. സവാ അംഗീരസോ ബ്രഹ്മൻ ശ്രുത്വാ സുതവിലാപനം ഉന്മീല്യ ശനകേർ നേത്രേ ദൃഷ്ട്വാ സ്വാംശേ അമൃതോരകം മൃതോരകം. ആംഗീരസിന്റെ കുലത്തിൽ ജനിച്ച ആ മുനിശ്രേഷ്ഠൻ പുത്രന്റെ വിലാപം കേട്ട് കണ്ണുകൾ തുറന്ന് കഴുത്തിൽ കിടന്ന ചത്ത പാമ്പിനെ കണ്ട് അത് കളഞ്ഞ് മകനോട് ചോദിച്ചു. അപ്പൊ സമാധി എന്ന് പറയുന്നത് മരണാവസ്ഥയല്ല എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. കണ്ണ് തുറന്നു നോക്കിയെന്നാണ്. അപ്പൊ സമാധി ഇരിക്കാന്ന് പറഞ്ഞാൽ എന്താ? ധ്യാനത്തിലിരിക്കാന്ന് മാത്രമേ അർത്ഥമുള്ളൂ, വേറൊരർത്ഥവും ഇല്ല എന്ന് ഭാഗവത പുരാണത്തിൽ തന്നെ വളരെ കൃത്യമായി വ്യക്തമാക്കുന്നു. ഇനി നമുക്ക് കൃഷ്ണന്റെ സ്വർഗാരോഹണം എന്നാണ് പറയുന്നത്. കൃഷ്ണൻ സമാധിപൂർവം സ്വർഗത്തിലേക്ക് ലയിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഭാഗവത പുരാണം ഏകാദശ സ്കന്ധം 29 മുതൽ 32 വരെയുള്ള ശ്ലോകങ്ങൾ. ശ്രീവൽ സംഘം ഘനശ്യാമം തപ്തഹാടകവർച്ചസം കൗശേയാംബരയുഗ്മേന പരിവീതം സുമംഗളം സുന്ദരസ്മിത വക്ത്രാബ്ജം നീലകുന്തളമണ്ഡിതം പുണ്ടരീകാഭിരാമാക്ഷം സ്ഫുരൻ മകരകുണ്ടലം കടിസൂത്ര ബ്രഹ്മസൂത്ര കിരീടകടകാംഗദൈ മഹാനൂപുരമുദ്രാഭി കൗസ്തുഭേന വിരാജിതം വനമാലാവരീതാംഗം മൂർത്തിമദ്ഭിർനിജായുധൈ കൃത്തോരോ ദക്ഷിണേ പാദമാസീനം പങ്കജാരുണം. അങ്ങനെ കിരീടവും പൂണൂലും വളകളും തോളും ഒക്കെ ധരിച്ച് അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണൻ അരയാലിൻ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? മുസലാവശേഷായ ഖണ്ഡകൃതേശുർലുബ്ധഗോചര മൃഗസ്യാകാരം തശ്ചരണം ദിവ്യാത മൃഗശങ്കയാ. മുസലത്തിന്റെ അവശിഷ്ടമായ ഇരുമ്പ് തുണ്ടുകൊണ്ട് നിർമ്മിച്ച അസ്ത്രത്തോടു കൂടിയ ജര എന്ന പേരായ കാട്ടാളൻ മൃഗത്തിന്റെ മുഖം പോലെ ശോഭിക്കുന്ന കൃഷ്ണന്റെ പാദത്തിലേക്ക് മൃഗമെന്ന ശങ്കയാൽ അസ്ത്രമയച്ചു എന്നാണ് ഭാഗവത പുരാണത്തിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ കൃഷ്ണൻ്റെത് സമാധിയായിരുന്നോ മറ്റെന്തെങ്കിലും ആയിരുന്നു? ആയുധം കൊണ്ട് മുറിവേറ്റ് മരിച്ചാൽ ആധുനിക കാലത്ത് നമ്മൾ എന്താണ് പറയുന്നത്? നിങ്ങൾ പറയണം, ഞാൻ പറയത്തില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം CPM സംഘടിപ്പിച്ച ഒരു സെമിനാർ ഉണ്ടായിരുന്നു കുഴിത്തുറയിൽ. ഇത്തരം ചില കാര്യങ്ങൾ അവിടെ പരാമർശിച്ചപ്പോൾ രാമനെയും കൃഷ്ണനെയും അപമാനിച്ചു എന്നതിന്റെ പേരിൽ കടുത്ത ആക്രമണമാണ് നേരിടേണ്ടി വന്നത്. CPMന്റെ സഖാക്കന്മാർ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കയ്യും കാലും അവർ തല്ലി ഒടിച്ചേനെന്നുള്ള കാര്യത്തിലും സംശയത്തിന് അവകാശമുണ്ട്. കന്യാകുമാരി ജില്ലയിലെ മുഴുവൻ BJP-കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എനിക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. കോലാഹലം അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് ഉത്തരം നമ്മൾ ഓരോരുത്തരും പറയണം. രാമന്റെയും സമാധിയാണെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്? വാൽമീകി രാമായണം വായിച്ചു നോക്കണം. അധ്യർത്ഥയോജനം ഗത്വാ നദീ പശ്ചാന്മുഖാശ്രിതം സരയൂം പുണ്യസലിലാം ദദർശ രഘുനന്ദന. വാൽമീകി രാമായണം ഉത്തരകാണ്ഡം 110-ാമത്തെ സർഗം 1-ാമത്തെ ശ്ലോകം. 1.5 യോജന ദൂരം പിന്നിട്ടപ്പോൾ പടിഞ്ഞാറോട്ടൊഴുകുന്ന പുണ്യസ്ഥലയായ സരയൂ നദിയെ രഘുനന്ദനൻ മുന്നിൽ കണ്ടു. താം നദീമാകുലാവർത്താം സർവത്രാനുസരൻ നൃപാ ആഗത സപ്രജോ രാമ തം ദേശേ രഘുനന്ദന. ധാരാളം ശിശുക്കളോടുകൂടി ആ പുഴയുടെ വഴിയെ പിന്തുടർന്ന് രാമൻ ഉദ്ദിഷ്ടസ്ഥാനത്തെത്തി, നദിയുടെ നടുക്കെത്തി. തസ്മിൻ സ്ഥൂര്യശതൈകീർണൈ ഗന്ധർവാപ്സരസങ്കുലേ സരയൂ സലിലം രാമ പദ്ഭ്യാം സമുപചക്രമേ. അവിടെ ഗന്ധർവന്മാരും അപ്സരസുകളും നിറഞ്ഞ വാനിൽ നിന്ന് 100 കണക്കിന് പെരുമ്പറയുടെ ധ്വനി മുഴങ്ങി നടന്നുകൊണ്ട് സരയൂ സലിലത്തിലേക്ക് പ്രവേശിക്കാൻ രാമൻ മുതിർന്നു. തസ്മിൻ യേവീ സമാപന്ന ഋക്ഷവാനരരാക്ഷസാഃ തേവി സ്വർഗം പ്രവിവിശുർ ദേഹാൻ നിക്ഷിപ്യജാംബസി. സരയൂ ജലത്തിൽ ദേഹം വെടിഞ്ഞ ഋക്ഷന്മാരും വാനരന്മാരും എല്ലാം സ്വർഗലോകത്തിലേക്ക് പ്രവേശിച്ചു. എന്താണ് പച്ച മലയാളത്തിൽ ഇതിന് പറയേണ്ടത്? എന്താണ് പച്ച മലയാളത്തിൽ ഇതിന് പറയേണ്ടത്? ആറ്റിൽ ചാടി. ആറ്റിലെ കച്ചുതാ ചാടല്ല ചാടല്ല കേട്ടിട്ടില്ലേ? ദൃഷ്ടുകാമാ ഭഗവതോ നിര്യാണം പരമോത്സുക
ഗായന്തഞ്ച ഗൃണന്തഞ്ച ശൗരേ കർമാണി ജന്മജ. ഭാഗവത പുരാണത്തിൽ പറയും, ഇന്ദ്രാദി ദേവന്മാരും സനകാദി മഹർഷിമാരും മരീച്ചാദി പ്രജാപതിമാരും പിതൃക്കളും സിദ്ധന്മാരും മഹാസർപ്പങ്ങളും ചാരണന്മാരും അപ്സരസുകളും പക്ഷിശ്രേഷ്ഠന്മാരും കൃഷ്ണന്റെ നിര്യാണം കാണാൻ ഏറ്റവും ഔത്സുക്യത്തോടെ അവിടെ എത്തിച്ചേർന്നു. ഭാഗവത പുരാണം ഉപയോഗിച്ചിരുന്ന വാചകം ശ്രദ്ധിക്കുക. നിര്യാണം, ഭഗവതോ നിര്യാണം, ഭഗവാന്റെ മരണം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വർഗാരോഹണം എന്നല്ല, ഭഗവാന്റെ മരണം. ഭഗവാന്റെ മരണം എന്നുള്ള ഒരു കൃതിയുടെ പേര് കൂടിയാണല്ലോ. ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേ ന്യമീലയത്. വിഭുവായ ഭഗവാൻ ബ്രഹ്മാവിനെയും തന്റെ വിഭൂതികളായ ഇന്ദ്രാദി ദേവന്മാരെയും കണ്ട് ആത്മാവിനെ യോജിപ്പിച്ച് കണ്ണുകൾ അടച്ചു. അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് കണ്ണുകൾ അടയുമല്ലോ, സ്വാഭാവികം. അടഞ്ഞില്ലെങ്കിൽ നമ്മൾ അടയ്ക്കണം. ലോകാഭിരാമം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാ അഗ്നേയ അദഗ്ധ്വാദാമാവിശസ്വഖം. ലോകാഭിരാമമയമായ കൃഷ്ണൻ ധാരണ അവസാനം ആ ദിവസം വന്നെത്തി. ആഗസ്റ്റ് 15-ാം തീയതി ഞായറാഴ്ച ഗുരുദേവന്റെ വേദന അസഹ്യമായി തീർന്നു. അദ്ദേഹം ആകെ അസ്വസ്ഥനായി, നാടി ശരിക്കും പ്രവർത്തിക്കാതെയായി. സന്ധ്യയ്ക്ക് അല്പം മുമ്പ് ശ്വാസോച്ഛ്വാസത്തിന് വിഷമമായി. ഭക്തരെല്ലാം വീർപ്പുമുട്ടി കരഞ്ഞു. അതുവരെ അവരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്ന ദിവ്യദീപം എന്നേക്കുമായി അണയാൻ പോവുകയാണ്. എല്ലാവരും കിടക്കരികെ നിന്നു. രണ്ടുപേർ അദ്ദേഹത്തെ വീശുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം സമാധിസ്ഥനായി, ശരീരമാകെ വിറങ്ങലിച്ചു. ശ്രീരാമകൃഷ്ണ പരമഹംസരെ പറ്റിയാ പറയുന്നത്. ഈ സമാധിക്കൊരു വിശേഷതയുള്ളതായി ശരിക്കു തോന്നി. വല്ലാതെ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു കപ്പ് റവക്കഞ്ഞി കൊടുത്തു. വലിയ വിഷമം കൂടാതെ അദ്ദേഹം അത് കഴിച്ചു. തനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ടെന്ന് ഗുരുദേവൻ പറഞ്ഞു. അദ്ദേഹം അല്പം ഉറങ്ങിയാൽ നന്നായിരിക്കുമെന്ന് ഗുരുദേവൻ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സ്പഷ്ടമായി 3 പ്രാവശ്യം അദ്ദേഹം കാളിയുടെ നാമം ഉച്ചരിക്കുകയും പതുക്കെ കിടക്കുകയും ചെയ്തു. അല്പം വിശ്രമത്തിനായി നരേന്ദ്രൻ താഴത്തേക്ക് പോയി, വിവേകാനന്ദൻ താഴത്തേക്ക് പോയി. 1 മണി 2 മിനിറ്റ് ആയപ്പോൾ പെട്ടെന്ന് ഗുരുദേവന്റെ ശരീരത്തിലാകെ രോമാഞ്ചമുണ്ടായി. ദൃഷ്ടികൾ ന്യാസാഗ്രത്തിൽ ഉറച്ചു നിന്നു. പുഞ്ചിരി കൊണ്ട് മുഖം പ്രകാശമാനമായി. അതൊക്കെ പരിശോധിക്കേണ്ട വിഷയമാണ്. നാരായണ ഗുരുസ്വാമി ഒരിക്കലും ഒരു കാര്യം പറഞ്ഞു, കവികളുടെ സങ്കല്പം. അങ്ങനെ 1886 ആഗസ്റ്റ് 16-ാം തീയതി തിങ്കളാഴ്ച വെളുപ്പിനെ ശ്രീരാമകൃഷ്ണൻ തന്റെ ഭൗതിക ദേഹം ഉപേക്ഷിച്ചു. എന്താണ് സമാധി? കാര്യം വ്യക്തമാണ്. ഞാൻ ഇത്രയും വളരെ വിപുലമായി സൂചിപ്പിക്കാൻ കാരണം, ശാസ്ത്രം ഇത്രയധികം മുന്നോട്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഈ ശാസ്ത്രജ്ഞാനത്തെ പരിഹസിക്കുന്ന തരത്തിൽ മരണം എന്ന് പറയുന്ന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഇരിക്കെ തന്നെ അതിനെ അമ്മ കഥകൾ കൊണ്ടും അതിഭൗതികാഖ്യാനങ്ങൾ കൊണ്ടും മൂടുന്നത് സംബന്ധിച്ചുള്ള നിരവധി ഉദാഹരണങ്ങളിലെ ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. അതുപോലെയാണ് വാസ്തുശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും ജ്യോതിശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും. സമയക്കുറവ് അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പൊതുവെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് കേരളത്തിലേക്ക് ജ്യോതിശാസ്ത്രം കൊണ്ടുവന്നത് ആര്യന്മാരാണെന്നാണ് പറയുന്നത്. പക്ഷേ ആര്യന്മാർ ആ നിലയ്ക്ക് ഒരു സംഭാവനയും ആര്യബ്രാഹ്മണർ നിർവഹിച്ചിട്ടില്ല. ഇത് പറയുന്നത് കേരളത്തിലെ പ്രമുഖരായ ചില ചരിത്രകാരന്മാരാണ് പറയുന്നത്. പക്ഷേ തിരുവല്ല പറമ്പൂരിലും ഗ്രന്ഥവരിയിൽ പറയുന്നത് മുഹൂർത്തം വാമനപ്പണിക്കർ പണം 1, മുഹൂർത്തം പാടകശ്ശേരിക്ക് പണം 1 എന്ന തിരുവല്ല പറമ്പൂരിലും ഗ്രന്ഥവരിയിൽ കാണാം. അതിന്റെ അർത്ഥം എന്താണ്? ബ്രാഹ്മണർ വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ അബ്രാഹ്മണ ജാതി വിഭാഗങ്ങൾ ഈ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് തിരുവല്ല പറമ്പൂരിലെ ഗ്രന്ഥവരിയിലെ ഈ തെളിവ് രൂപങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത്. നോക്കൂ, അതുപോലെ തന്നെ ശുൽബസൂത്രങ്ങളിലെ ഇഷ്ടികകളെ സംബന്ധിച്ച പരാമർശങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നത് ഇഷ്ടികകളുടെ ചുട്ടെടുക്കൽ കണ്ടുപിടുത്തം നടത്തിയത് ആര്യബ്രാഹ്മണരാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചെളിയിലിറങ്ങാത്ത ആര്യബ്രാഹ്മണർ എങ്ങനെയാണ് ഇഷ്ടിക ചുട്ടെടുത്തത്? ശാസ്ത്രചരിത്രകാരിയും ചിന്തകയുമായ ഡോക്ടർ മീര നന്ദ അവരുടെ പ്രോഫറ്റ് ഫേസിംഗ് ബാക്ക്വേർഡ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹാരപ്പൻ മോഹൻജോദാരോ സംസ്കാരമാണ് യഥാർത്ഥത്തിൽ ചുട്ടെടുക്കുന്ന ഇഷ്ടിക കണ്ടുപിടിച്ചത്. ആ കണ്ടുപിടുത്തത്തെ ആര്യബ്രാഹ്മണരുടെ കണ്ടുപിടുത്തമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.
യഥാർത്ഥത്തിൽ ആര്യഭടനാകട്ടെ, ബ്രഹ്മഗുപ്തനാകട്ടെ, അവരൊക്കെ തന്നെ ചെയ്തത് എന്താണ്? തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവ് രൂപങ്ങളെ സ്വാംശീകരിക്കുക മാത്രമാണ് ചെയ്തത്. പക്ഷേ ആദ്യകാലത്ത് ലഗതന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന ആ അശാസ്ത്രീയ അന്വേഷണ ബുദ്ധിയെ പോലും വിപുലീകരിക്കാൻ പിന്നീട് വരാഹമിഹിരന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വരാഹമിഹിരൻ പിൽക്കാലത്ത് ജ്യോതിഷ ഫല ചിന്തകളിലൂടെ മനുഷ്യരെ ശ്രേണീകരിക്കുകയും അന്ധവിശ്വാസങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വിശ്വാസ പന്താവുകളാണ് വരാഹമിഹിരനൊക്കെ തന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതൊക്കെ തന്നെ വിപുലമായി പരിശോധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ വാസ്തുശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളും. വാസ്തുശാസ്ത്രം, വാസ്തുവിദ്യ എന്നാണ് പറയേണ്ടത്. വാസ്തുശാസ്ത്രം ഒരു ചാണകക്കുഴിയാണ്. വാസ്തുവിദ്യ യഥാർത്ഥത്തിൽ എന്താണ്? ഇന്ത്യയിലെ തച്ചന്മാരും ആശാരിമാരും മൂശാരിമാരും കല്ലന്മാരും കൊല്ലന്മാരും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന വിജ്ഞാനത്തെ ബ്രാഹ്മണർ മനുഷ്യാലയ ചന്ദ്രികയാക്കി മയമതമാക്കി രൂപമാറ്റം വരുത്തി. എന്നിട്ട് അതിനെ ചാതുർവർണ്ണത്തിന്റെ ശ്രേണീകൃതത്തിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് യോജിച്ച രീതിയിലാണ് ഭൂമിയുടെ തിരഞ്ഞെടുപ്പ് പോലും നടത്തേണ്ടത് എന്ന് മനുഷ്യാലയ ചന്ദ്രികയും മയമതവും ഒക്കെ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഏതൊരു തരത്തിൽ നോക്കിയാലും വൈജ്ഞാനികമായി ഉണർന്നു വന്നിട്ടുള്ള തദ്ദേശീയ ജനവിഭാഗങ്ങൾക്കിടയിലെ അറിവ് രൂപങ്ങളെ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ ഊന്നിയത് 2 പോയിന്റുകളാണ്. ഒന്ന്, ഇന്ത്യയിലെ ഉയർന്നു വന്ന വിപുലീകരിക്കപ്പെടേണ്ട ശാസ്ത്രീയ മനോഭാവങ്ങളെയും ശാസ്ത്രീയ ചിന്താഗതികളെയും അമ്മുമ്മ കഥകൾ കൊണ്ടും ഇതിഹാസ പുരാണ പാഠപാരമ്പര്യങ്ങൾ കൊണ്ടും മറികടക്കുന്ന രീതിയിലുള്ള ഒരു അതിഭൗതികമായ ആഖ്യാനം സൃഷ്ടിക്കുന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ പോയിന്റ് സമയക്കുറവ് കൊണ്ട് വിശദീകരിക്കാൻ സാധിക്കാത്തൊരു പോയിന്റാണ്. അത് തദ്ദേശീയമായ ജ്യോതിശാസ്ത്രത്തിന്റെയും വൈദ്യ പാരമ്പര്യത്തിന്റെയും വാസ്തുവിദ്യ പോലുള്ള വിജ്ഞാന പാരമ്പര്യങ്ങളെയും ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് ശ്രേണീകൃതമായ ഒരു ഔദ്യോഗിക ആഖ്യാനത്തിലേക്ക് അതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ തദ്ദേശീയ സംസ്കാരത്തെ പുറന്തള്ളി അതിനെ കൂടി അന്ധവിശ്വാസത്തിന്റെ ഒരു ചേരിയിലേക്ക് ചേർക്കുവാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ടാമത് പറഞ്ഞ പോയിന്റ് വിശദീകരിക്കാൻ 1 മണിക്കൂർ കൂടെ വേണ്ടി വരും. അതുകൊണ്ട് അത്തരം ഒരു ആപത്തിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും പരിഷത്തിന്റെ ഇത്തരം ഒരു പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ വലിയ ആത്മാഭിമാനമുണ്ട്, വലിയ സന്തോഷമുണ്ട്. പരിഷത്ത് ഏറ്റെടുത്തിരിക്കുന്നത് ഒരു ഭാരമേറിയ കർത്തവ്യമാണ്, വലിയൊരു രാഷ്ട്രീയ കർത്തവ്യമാണ് പരിഷത്ത് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സിൽ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം നമുക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഈ കൊച്ചു കേരളത്തെ കീഴടക്കുവാൻ ഹിന്ദുത്വ ശക്തികൾ ഭീകരമായ രീതിയിലുള്ള പരിപാടികളാണ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന വിശാലമായ 3 ആശയത്തെ ഉൾക്കൊള്ളുന്നതിന്റെ പേരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷ ആശയമാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യധാര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ ശാസ്ത്രബോധത്തിലെ ആ സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നിലനിൽക്കണമെങ്കിൽ ശാസ്ത്രബോധമുള്ള ഒരു സമൂഹ സൃഷ്ടിയിലൂടെ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. ഡോക്ടർ മീരാനന്ദ പറയുന്നൊരു വാക്യമാണ്, ശാസ്ത്ര വ്യവഹാരം എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൽ രാഷ്ട്രീയമാണ് എന്ന് പ്രൊഫസർ മീരാനന്ദ പറയുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തെ ഹിന്ദുത്വ ശക്തികൾക്ക് വിട്ടുകൊടുക്കാതിരിക്കണമെങ്കിൽ, അവരുടെ ഏതൊരു തരത്തിലുള്ള കടന്നുകയറ്റത്തെയും തടയണമെങ്കിൽ അഗാധമായ രീതിയിൽ അവർ മുന്നോട്ട് വെക്കുന്ന എല്ലാ വാദങ്ങളെയും നിരന്തരം ഡീബങ്ക് ചെയ്യുക എന്ന് പറയുന്ന വലിയ ഒരു കർത്തവ്യം പരിഷത്തിന് മുമ്പിലുണ്ട്. അത് ചെറിയ പണിയൊന്നുമല്ല, വലിയ പണിയാണ്. ഓരോ ദിവസം അമ്മാതിരി അമ്മുമ്മ കഥകളാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഹിന്ദുത്വം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധി എന്ന് പറയുന്നത് അവരുടെ അമ്മുമ്മ കഥയെ പൊളിക്കാൻ തന്നെ 2 മണിക്കൂർ നമ്മുടെ മുമ്പിൽ വേണം. അതുപോലെ ഓരോ കാര്യങ്ങളെയും അപ്പൊ അത്രയധികം ഭാരിച്ച കർത്തവ്യം പരിഷത്തിന്റെ പ്രവർത്തകർക്ക് മുമ്പിലുണ്ട് എന്നുള്ളതിനാൽ തന്നെ ഗൗരവമേറിയ ഒരു രാഷ്ട്രീയ സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത്. അത്തരമൊരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഭീഷണമായ ഗൗരവതരമായ രാഷ്ട്രീയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്നതിനുള്ള പരിപാടികൾക്ക് പ്രത്യാശയും വെളിച്ചവും പകരാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന് കൂടുതൽ ഊർജം ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്തരമൊരു പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ സമ്മേളനം
ഏറെ വിനയത്തോടുകൂടി ഏറെ ആദരവോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.